ദൈവഹിതമനുസരിച്ച് ജീവിച്ച് ജനതകളുടെ പിതാവായി മാറിയ അബ്രഹാത്തിന്റെ ജീവിത മാതൃക പോലെ ദൈവഹിതമനുസരിച്ച് തന്നെ പൂർണ്ണമായും സമർപ്പണം ചെയ്ത് ജീവിക്കുകയും തന്റെ പുത്രനും അതുപോലെ തന്നെ പാപികളായ നാം ഓരോരുത്തർക്കും വേണ്ടി തന്റെ ജീവിതം സ്വയം സമർപ്പിക്കുകയും ചെയ്ത ഒരു സ്ത്രീയായിരുന്നു പരിശുദ്ധ മറിയം. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, കാൽവറിയുടെ തിരുമാറിൽ വേദനയുടെ പാരമ്യത്തിലെത്തി നിൽക്കുമ്പോഴും നമ്മുടെ രക്ഷകൻ തന്നെയാണ് അമ്മയെ നമ്മൾക്ക് ഓരോരുത്തർക്കും സ്വന്തം അമ്മയായി നൽകിയത്. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളിൽ കാനായിലെ കല്യാണ വിരുന്നിലൂടെ അമ്മ തന്റെ ദൗത്യം പൂർവാധികം ഭംഗിയായി നിർവഹിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ആ അമ്മയുടെ സാന്നിധ്യം തന്നെ ഒരു സ്വർഗീയ അനുഭവമാണ്. അമ്മയുടെ മാധ്യസ്ഥം നമ്മുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ചെറുതും വലുതുമായ പ്രതിസന്ധികളിൽ അവൾ അറിയുകയും അതിന് തക്കതായ പരിഹാരം അവൾ കണ്ടെത്തി നമ്മുടെ ഭവനം സ്വർഗീയ സന്തോഷമുള്ളതാക്കി മാറ്റുകയും ചെയ്യും. ആദ്യമേ തന്നെ ആ വിവാഹ ഭവനത്തിലെ കുറവ് അറിഞ്ഞതും അത് പരിഹരിക്കാൻ ശ്രമിച്ചതും പരിശുദ്ധ അമ്മയാണ്. തന്റെ തിരുക്കുമാരനോട് ആ ഭവനത്തിനു വേണ്ടി അമ്മ മധ്യസ്ഥം യാചിച്ചു. അവൾ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ ഭവനങ്ങളിലുള്ളപ്പോൾ കുറവുകൾ ആരും അറിയുകയില്ല, നാം ആർക്കും പരിഹാസപാത്രമാവുകയുമില്ല. അമ്മ പരിചാരകരോട് പറയുന്നു, അവൻ പറയുന്നു നിങ്ങൾ ചെയ്യുവിൻ. അവളുടെ മാതൃവാത്സല്യം കൊതിക്കുന്ന, മാധ്യസ്ഥം യാചിക്കുന്ന ഏവരോടും അമ്മ ആവർത്തിക്കുന്ന ഒരു വചനമാണിത്. അമ്മയുടെ ഈ ആഹ്വാനത്തിലൂടെ യേശുവാകുന്ന വചനത്തിലേക്ക് അമ്മ നമ്മെ ഓരോരുത്തരെയും ആനയിക്കുന്നു. കാനായിലെ ഭവനത്തിലെ അപൂർണത നിറഞ്ഞ കൽഭരണികളെ അമ്മയുടെ മാധ്യസ്ഥം വഴിയായി യേശു പൂർണ്ണതയാക്കി മാറ്റിയെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ അപൂർണതകളെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായി അവൻ പൂർണ്ണതയുള്ളതാക്കി മാറ്റും. പ്രിയമുള്ളവരെ, നാം അവനിൽ ആത്മാർത്ഥമായി വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. മാതൃവാത്സല്യത്തോടെ തുണയായി യേശുവിലേക്കുള്ള കുറുക്കു വഴിയായി അമ്മ എപ്പോഴും നമ്മോട് കൂടിയുണ്ട്. നാം അപേക്ഷിച്ചാൽ ഒരിക്കലും ഉപേക്ഷിക്കത്തവളാണ് പരിശുദ്ധ അമ്മ. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.